നമുക്ക് സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ ഉപയോഗിച്ചിട്ട് രണ്ട് ബാർ മാഗ്നറ്റ്സിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്സ് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നാം തിയറിയിലേക്ക് തീരെ പോകുന്നില്ല, അതിൻ്റെ ഫോർമുല മാത്രം നമ്മൾ നോക്കുകയാണ്. അതായത് തിയറി പാർട്ടിൽ നന്നായി പഠിക്കുന്നതാണ്. ഇപ്പോൾ ഫോർമുലയ്ക്ക് വരികയാണെങ്കിൽ M1/M2. M1 is a magnetic dipole moment of first magnet. M2 is that of second magnet. Is equal to N1 square minus N square into D square minus L1 square whole square divided by N2 square minus N square into D square minus L2 square. ഇതിൽ N1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഡ്യൂ ടു ഫസ്റ്റ് മാഗ്നറ്റും N2 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഡ്യൂ ടു സെക്കൻഡ് മാഗ്നറ്റുമാണ്. ദെൻ N എന്ന് പറയുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനാണ്. ദെൻ D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് മാഗ്നറ്റ് ആണ് D എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ആ ഭാഗത്തേക്ക്. ദെൻ L1 എന്ന് പറയുന്നത് ഫസ്റ്റ് മാഗ്നറ്റിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയും L2 എന്ന് പറയുന്നത് സെക്കൻഡ് മാഗ്നറ്റിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയും ആണ്. ഇത് സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ സ്കിമാറ്റിക് സ്കെച്ചാണ്. ഒരു മാഗ്നറ്റിക് നീഡിൽ ഒരു ടോർഷൻലെസ് ഫൈബർ ഉപയോഗിച്ചിട്ട് ഒരു ഗ്ലാസ് ജാറിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ശരിക്കും സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു പോയിൻ്റർ ഉണ്ട്. ഈ പോയിൻ്റർ കാണിക്കുന്നത് ഈ സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ സെൻറ്ററാണ്. എക്സ്പെരിമെൻറ്റിൽ ത്രൂ ഔട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ആകെ ഒന്നേ ഉള്ളൂ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. ആദ്യം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ മാത്രം, പിന്നെ കമ്പൈൻഡ് ഫീൽഡിൽ. കമ്പൈൻഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണോ അല്ലെങ്കിൽ ഏതിൻ്റെയാണ് കമ്പയർ ചെയ്യേണ്ടത് അത് വെച്ചിട്ടുള്ളതും, അതുപോലെ എർത്തിൻ്റെ ഫീൽഡും രണ്ടും കൂടി കമ്പൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മാഗ്നറ്റ് വെക്കുമ്പോൾ ഡിസ്റ്റൻസ് D എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ പോയിൻ്ററിൽ നിന്നും ഈ മാഗ്നറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് D എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഓരോ മാഗ്നറ്റും ഒരു സൈഡിൽ വെച്ചിട്ട് ഓസിലേഷൻ കാണും, അതിൻ്റെ ഫ്രീക്വൻസി കാണും. പിന്നെ അതേ ഡിസ്റ്റൻസിൽ മറ്റേ സൈഡിൽ വെച്ചിട്ടും ഓസിലേഷൻസ് കാണും, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഫ്രീക്വൻസി കാണും. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഇതാണ് ഒരു സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. ഒരു ഗ്ലാസ് ജാറിനകത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ മാഗ്നറ്റിക് നീഡിലാണ് ശരിക്ക് സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, അടിയിലെ ചെറിയ ഒരു നീഡിൽ പോലെ കാണുന്നതാണ് മാഗ്നറ്റ്. അതിൻ്റെ ഒരു സൈഡ് റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡ് ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം, റെഡ് നോർത്ത് പോളും ഗ്രീൻ സൗത്ത് പോളുമാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിക്കോളൂ, അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ആ ഡയറക്ഷൻ കറക്റ്റായിട്ടൊന്ന് അലൈൻമെൻറ്റിന് വേണ്ടി അതിൻ്റെ മുകളിലൊരു മെറ്റാലിക് നീഡിൽ പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഫൈബറിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്ത് അത് ഈ ഗ്ലാസ് ജാറിൻ്റെ മൂടിയുടെ മുകളിൽ ഒരു റോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസം വരികയാണെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ മാഗ്നറ്റിക് മെറീഡിയനിൽ വെച്ചതിന് ശേഷമാണ്. അപ്പോൾ മാഗ്നറ്റിക് മെറീഡിയനിൽ എങ്ങനെ വെക്കുകയെന്ന് പല എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പറയാം. സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നതും ശ്രദ്ധിക്കുക, ഈ ടേബിളിൻ്റെ മുകളിലൊന്നും കൈ ചാരാതെ മേല് ചാരാതെ നിൽക്കുക, അല്ലെങ്കിൽ ചെറിയ വൈബ്രേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുമ്പോൾ ഇത് അലൈൻ ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനാണ്. അതാണ് മാഗ്നറ്റിക് മെറീഡിയൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ ഡയറക്ഷൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൂടെ നോക്കിയിട്ട് ഒരു ചോക്ക് കൊണ്ട് ഒരു മാർക്ക് ഇടുക. അതുപോലെ ഇവിടെ അതിൻ്റെ സൗത്ത് പോളിൽ നേരെയും ഒരു മാർക്ക് ഇടുക. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഒരു മീറ്റർ സ്കെയിൽ വെച്ച് ഒരു വലിയ ലൈൻ അങ്ങ് വരയ്ക്കാം. വരച്ചോളൂ. വലിയ ലൈൻ വരച്ച് ഇടുകയാണെങ്കിൽ ഇതാണ് മാഗ്നറ്റിക് മെറീഡിയൻ്റെ
ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്ഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് പാരലായിട്ടൊരു മീറ്റർ സ്കെയിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും കൂടി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ മാഗ്നറ്റിൻ്റെ ടൈം പീരീഡ്, അതായത് ഒരു ഓസിലേഷൻ്റെ ടൈം പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഒരു മാഗ്നറ്റ് ജസ്റ്റ് കൊണ്ടുവന്ന് അതിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിടന്ന് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ 10 ഓസിലേഷന് വേണ്ട സമയം ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് കണ്ട് പിടിക്കാം. ഞാനൊരു മാഗ്നറ്റ് വെറുതെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് നീക്കുകയാണ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, അത് ഓസിലേറ്റ് ചെയ്യണ കണ്ടില്ലേ? ഇനി നമ്മൾ ആ മാഗ്നറ്റ് ദൂരെ മാറ്റി വയ്ക്കുക. അതിന് ശേഷം അതൊന്ന് സ്റ്റഡി ആകുമ്പോൾ ഓസിലേഷൻ നമുക്കറിയാലോ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു പോയി ഇവിടെ തന്നെ എത്തുന്നതാണ് ഒരു ഓസിലേഷൻ. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുക. 10 ഓസിലേഷന് വേണ്ട സമയം നോക്കുക. 2, 3, 4 അങ്ങനെ 10 ഓസിലേഷൻ ആകുമ്പോൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്യുക. സമയം നോട്ട് ചെയ്യുക. ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സേൾസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിനകത്തുള്ള മാഗ്നറ്റും ഈ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റ്, അതായത് ഏതിൻ്റെയാണോ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ട ആ മാഗ്നറ്റും ഒരേ ലെവലിൽ ഒരേ ഹൈറ്റിലായിരിക്കണം. അതിനുവേണ്ടി നമുക്കൊരു വുഡൻ ബ്ലോക്ക് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ഈ കയ്യിലുള്ള വുഡൻ ബ്ലോക്ക് ഉപയോഗിച്ചിട്ടും അതിൻ്റെ ഹൈറ്റ് സെയിം ആവാത്തതുകൊണ്ട് ഞാൻ 2 ബുക്കും കൂടി അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ ഹൈറ്റ് ഒരേ ലെവലിലാക്കി വെച്ചിട്ട് വേണം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ. ഇനി അത് നമ്മൾ ഈ സെൻറ്ററിൽ നിന്നും ഞാനിപ്പോൾ 8 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് മാഗ്നറ്റ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഓസിലേഷൻ കാണണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഓസിലേഷൻസ് നിൽക്കും. അപ്പോൾ നിങ്ങൾ വെച്ച ഉടനെ അത് സ്റ്റഡി ആയിക്കഴിഞ്ഞാൽ ഓസിലേഷൻസ് കാണണം. അത് കഴിഞ്ഞ് 10 സെൻറ്റിമീറ്ററിൽ 12 സെൻറ്റിമീറ്ററിൽ റിപ്പീറ്റ് ചെയ്യണം. ഇനി നമ്മൾ മാഗ്നറ്റ് 2ന് വേണ്ടിയിട്ട് ഈ 3 ഡിസ്റ്റൻസ് 8, 10, 12 സെൻറ്റിമീറ്റർ അകലത്തിൽ 10 ഓസിലേഷൻ വേണ്ട ടൈം കണ്ട് റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് അതിൻ്റെ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ സൗത്ത് സൈഡിൽ വെച്ചിട്ടാണ്. ഇനി നോർത്ത് സൈഡിൽ വെച്ചിട്ട് 2 മാഗ്നറ്റിനും ഇത് റിപ്പീറ്റ് ചെയ്യുക 3 ഡിസ്റ്റൻസിന്. അപ്പോൾ ഈ ഡിസ്റ്റൻസാണ് നമ്മൾ D ആയിട്ട് എടുക്കുന്നത്. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാഗ്നറ്റോമീറ്ററിൻ്റെ നോർത്ത് സൈഡിൽ മാഗ്നറ്റ് വെക്കുമ്പോൾ മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് മാഗ്നറ്റോമീറ്ററിന് നേരെ വെക്കണം. അതുപോലെ സൗത്ത് സൈഡിൽ വെക്കുമ്പോൾ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് തിരിച്ച് വെക്കണം. ഇത് മാഗ്നറ്റ് 2. അതിന് വേണ്ടിയിട്ടുള്ള ഓസിലേഷൻസ് 10 ഓസിലേഷൻ വേണ്ട ടൈം കാണുക. അത് കഴിഞ്ഞ് ഫ്രീക്വൻസി. എല്ലാ എക്സ്പെരിമെൻറ്റിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ റീഡിങ്സ് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അതായത് ഇവിടെ D വേരി ചെയ്യുമ്പോൾ N1, N2 എങ്ങനെ വേരി ചെയ്യണം അത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുക. അതിൻ്റെ തിയറി ബിഹൈൻഡ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി ഒബ്സർവേഷൻസ് നോക്കാം. ആദ്യം നമുക്ക് ഫ്രീക്വൻസി N, കാൽക്കുലേഷൻ ഓഫ് ഫ്രീക്വൻസി N ഇൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് കാണാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു മാഗ്നറ്റ് കൊണ്ടുവന്ന് എർത്ത്സ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ മാഗ്നറ്റിക് നീഡിൽ ഓസിലേറ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 10 ഓസിലേഷൻ്റെ ടൈം 2 പ്രാവശ്യം കാണുക. അതിൻ്റെ മീൻ എടുക്കുക. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം പീരീഡ് കിട്ടും. അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടു കഴിഞ്ഞാൽ ഫ്രീക്വൻസി N ലഭിക്കും. ഇനി നമുക്ക് കമ്പൈൻഡ് ഫീൽഡിലെ ഫ്രീക്വൻസി കൂടി ടാബുലേഷൻ നോക്കാം. അതിന് മുൻപായിട്ട് മാഗ്നറ്റ്സിൻ്റെ ലെങ്ത് ഒന്ന് റെക്കോർഡ് ചെയ്യണം. ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് മാഗ്നറ്റ് 2L1 ആൻഡ് ഹാഫ് ദ ലെങ്ത് L1. ലെങ്ത് ഓഫ് ദ സെക്കൻഡ് മാഗ്നറ്റ് 2L2, ഹാഫ് ദ ലെങ്ത് L2. അത് കഴിഞ്ഞ് നിങ്ങളിവിടെ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ 2 സൈഡിലും വെച്ച് ഓസിലേഷൻസ് എടുക്കുന്നുണ്ട്. അതായത് സെൽസ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ നോർത്ത് സൈഡിലും സൗത്ത് സൈഡിലും വെച്ചിട്ട് നമ്മൾ ഓസിലേഷൻസ് എടുക്കുന്നുണ്ട്. അതും ഓരോ സൈഡിലും
സെയിം ഡിസ്റ്റൻസ് 8, 10, 12 വെച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീഡിങ് നമ്മൾ സൗത്ത് സൈഡിലാണെങ്കിൽ 8, 10, 12 ഡിസ്റ്റൻസ് മീറ്ററിൽ എഴുതിയിട്ട് അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യുക. അതിന് മീൻ എടുക്കുക, ഫ്രീക്വൻസി കാണുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/, ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T1, ഇപ്പോൾ T1/10 ആണ് ടൈം പീരീഡ്. അപ്പോൾ 1/T എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 10/T1 ആണ് ഫ്രീക്വൻസി N1. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് മാഗ്നറ്റിന് 2 പ്രാവശ്യം എടുക്കുന്നു. ആ ഡിസ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിന് നേരെ എഴുതുക. അത് കഴിഞ്ഞ് ഫ്രീക്വൻസി കാണുക. ദെൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് M1/M2 കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ്. അതുപോലെ നോർത്ത് സൈഡിൽ വെച്ചിട്ടും നമ്മൾ അത് കാണുക. ഇതെല്ലാതിൻ്റെയും കൂടിയിട്ട് മീൻ എഴുതിയിടാം. നമുക്ക് റിസൾട്ട് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ്. അപ്പോൾ അതിന് യൂണിറ്റിൽ റേഷ്യോ ആയതുകൊണ്ട് ഇതിന് കാൽക്കുലേഷൻ ഇത്തിരി ഹെവി ആണെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യാൻ വളരെ സിമ്പിളാണ്. എൻജോയ് ദ എക്സ്പെരിമെൻറ്റ്.